പറ്റിയുള്ള ഇവരുടെ ധാരണ എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി ഇവരുടെ ധാരണ എന്താണ്? അള്ളാഹ്ക്ക് കഴിവുണ്ട്. അള്ളാഹു അല്ലാത്തവരെ ഇവര് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ നമ്മൾ സാധാരണ ചോദിക്കലുണ്ട്, ഭണ്ഡാരത്തില് ജാറത്തിങ്ങലുള്ള ഭണ്ഡാരത്തിലെ കാശ് മോഷണം പോയപ്പോ എന്തേ അവിടെ കിടക്കണ തങ്ങളത് കണ്ടില്ലേ? എന്തേ മൂപ്പർക്ക് കഴിവുണ്ടെങ്കിൽ ആ മോഷണം തടയാതിരുന്നു എന്ന് ചോദിക്കുമ്പോ എന്തേ അള്ളാഹും കഴിയൂലായിരുന്നോ? കണ്ടോ, ഇങ്ങനെ പറഞ്ഞാൽ അത് മുശ്രിക്കീങ്ങൾക്കൊരു പണി ഉണ്ടായിരുന്നു. അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് അവർ എന്തെങ്കിലും ആണ്ട് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല. ഉടനെ അവര് അള്ളാഹുവിനെ പറ്റി ഇങ്ങോട്ടും മോശമായ നിലക്കാണ് അള്ളാഹനെ അവർ അംഗീകരിക്കുന്നുണ്ട്, റാസിക്ക ഖാലിക്ക എന്നൊക്കെ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ദേഷ്യം പിടിച്ചിട്ട് സഹിക്കാൻ പറ്റായിട്ട് അവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. എന്താ അവര് പറയുന്നത്? നിങ്ങൾ കേട്ടോളൂ. ഒരു മുസ്ലിംമാര് പറയാണ്, അള്ളാഹിനെ പറ്റിയുള്ള ഇവരുടെ വിശ്വാസം എത്രയുള്ളൂ, അള്ളാഹിനെ ഇവർ ആരോടാ ഉപമിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. അള്ളാഹുവിന്റെ കഴിവൊക്കെ ഇപ്പൊ എത്രയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കോ. പിന്നെ ആ സാധു പറയാണ് വലിയൊരു കാര്യമായിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയോ? നിങ്ങളെ ഈ മഖാമിലുള്ള ആളുകൾക്ക് വലിയ മഹത്വം ഉണ്ടെങ്കിൽ, വലിയ സ്ഥാനം വലിയ കാർഡൊക്കെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാ നിങ്ങൾക്ക് അറിയണോ, മഞ്ഞക്കുളം മക്കാമിൽ കള്ളം കയറിയിട്ട് ഭണ്ഡാരം പൊളിച്ചു. മഞ്ഞക്കുളം മക്കാമിൽ കള്ളം കയറിയിട്ട് ഭണ്ഡാരം പൊളിച്ചു. അപ്പൊ അവളെ വലിയ കറാമത്തുള്ള തങ്ങൾ എന്ത് എഴുന്നേറ്റ് വന്നിട്ട് ഓലെ തടുക്കാഞ്ഞൂ? എന്താപ്പാ അത്? വല്ലാത്തൊരു ചോദ്യം തന്നെ കേട്ടോ. അർശന മുട്ടണ ചോദ്യം. ഇവിടെ ഒന്നും നിൽക്കൂല ആ ചോദ്യം, അങ്ങോട്ട് പോകും. ആ ജാതി ചോദ്യം. ഉളുപ്പ് വേണ്ട ഈ ജന്തുക്കൾക്ക് ഇത് ചോദിക്കാം. അല്ല, ഞങ്ങളത് ചോദിച്ചോട്ടെ. ഞങ്ങൾ ഏതായാലും മശായിഖന്മാര് ഔലിയാക്കന്മാരെയൊക്കെ ഒരു അങ്ങനെ ഒരു ആൾക്കാർ ഒരു പോയത്തക്കാരെന്ന് എഴുതിക്കോ. ഞങ്ങളെ നരകത്തിലേക്കായിട്ട് അള്ളാഹു പടച്ചതാ. നിങ്ങൾ അള്ളാഹിന്റെ സ്വന്തക്കാരല്ലേ. ഞങ്ങൾ നിങ്ങളെ പറ്റി എന്തെല്ലാം പറയുന്നുണ്ട് തരും. ഈ ജാതി വർത്താനൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അള്ളാഹിനോട് ഒന്നാണ് പറഞ്ഞൂടെ? എന്ത് പടച്ചോനെ തമ്പുരാൻ ഈ സക്കാഫിമാരെ ഇത് നശിപ്പിക്കണ റബ്ബേന്ന് പറഞ്ഞാൽ ഞങ്ങളെ പണി തീരൂലേ? എന്ത് നിങ്ങൾ പറയാത്തത്? എന്താ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്താ ഞങ്ങൾ നശിക്കാത്തത്? ഒന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് പറയും. നിങ്ങൾ അള്ളാഹിന്റെ സ്വന്തക്കാരല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഡിസംബർ 6 അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ താഴികക്കുടത്തിന്റെ മുകളിൽ കയറി ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വന്തം ഭവനം, പള്ളിയുടെ മുഴുവൻ താഴികക്കുടകളും അടിച്ച് നിരപ്പാക്കി ബാബരി മസ്ജിദ് പൊളിച്ച് തകർത്തില്ലേ? അത് മഹാന്മാരുടെ മക്ബറല്ലല്ലോ, അത് അള്ളാഹിന്റെ പള്ളിയല്ലേ. എന്തേ അള്ളാഹ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ എന്തേ അള്ളാഹ്ക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലേ? അള്ളാഹ്ക്കൊരു കഴിവില്ലേ? അപ്പൊ അള്ളാഹ്ക്ക് കഴിവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ബാബരി മസ്ജിദ് ഈ ക്ഷുദ്രശക്തികൾ പൊളിച്ചത്. അള്ളാഹിന്റെ സ്വന്തം പള്ളിയാണല്ലോ, സ്വന്തം ഭവനാണല്ലോ. അള്ളാഹിന്റെ വീടിരുന്ന ആ പള്ളിയെ കുറിച്ച് നമ്മൾ പറയരുത്. ബാബരി മസ്ജിദ് അള്ളാഹിന്റെ സ്വന്തം പള്ളിയാണ്, സ്വന്തം ഭവനമാണ്, വീടാണ്. സ്വന്തം വീട് പൊളിക്കുമ്പോൾ ആരെങ്കിലും കയ്യും കൊട്ടി നോക്കി നിൽക്കൂ? അപ്പൊ അമ്മക്ക് ഒരു കാര്യം മനസ്സിലായി. എന്തേ? അള്ളാഹു തന്റെ സ്വന്തം ഭവനം ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അടിച്ച് തകർത്തി നിരപ്പാക്കിയപ്പോ അള്ളാഹ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി അള്ളാഹ്ക്ക് ഒരു കഴിവില്ല എന്ന് മനസ്സിലായി. കണ്ടോ എന്താ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയാഞ്ഞിട്ടല്ല. ബാബരി പള്ളി തകർക്കുമ്പോ അള്ളാഹ്ക്ക് കഴിയാഞ്ഞിട്ടല്ല. അതേപോലെ മഞ്ഞക്കുളത്തുനിന്നും പെട്ടിന്ന് മോഷണം പോയപ്പോഴും തങ്ങൾക്ക് കഴിയാത്തോണ്ടൊന്നല്ല. അപ്പൊ അള്ളാഹുടെ പ്രവൃത്തിയും ഷെയ്ഖിന്റെ പ്രവൃത്തിയും ഒരുപോലെ വെക്കുക. എന്താ പൊട്ടന്മാര്! ഒരു മൂപ്പര് പറയണേ, വിവരം വേണ്ട ഈ ജന്തുക്കൾക്ക്. പറഞ്ഞ ഭാഷ, വിവരം വേണ്ട ഈ ജന്തുക്കൾക്ക്. ഒരു മൂപ്പര് പറ, വല്ലാത്ത ചോദ്യമാണ് ചോദ്യം. അർശമ പോയി മുട്ടും. കളിയാക്കിയത് അർശിനെ, അള്ളാഹുടെ അർശിനെ കളിയാക്കാണ്. അർശമ പോയി മുട്ടും. പറയണ വർത്താനങ്ങൾ നോക്കണേ. അള്ള എന്തിനാണ് നീച്ചു വരാഞ്ഞ് ഇവര് പറയണേ. അള്ള എന്തിനാണ് നീച്ചു വരാഞ്ഞ്? അർച്ചോനെ പറ്റി പറയാൻ പറ്റുമോ? അങ്ങനെ നീച്ചു വരിക? നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നവരല്ലേ, അല്ലേ? മാത്രല്ല, നിങ്ങൾ ഇവിടെ ചിന്തിക്കുക സഹോദരന്മാരെ, ഇവിടെ എന്താണ് വിഷയത്തിന്റെ മർമ്മം? എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തും ചെയ്യാം. പടച്ചവൻ എല്ലാത്തിനും കഴിവുണ്ട്. ഇപ്പൊ കഅബന്നെയാണ് പൊളിക്കുകയാണെങ്കിലും പടച്ചവൻ വിചാരിക്കുകയാണ് പൊളിച്ചോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ കഴിവില്ലാഞ്ഞിട്ടല്ലാതെ അള്ളാഹു ഒന്നും മിണ്ടിയില്ല, ഒന്നും ചെയ്തില്ലേ, എന്നാ കഅബ പൊളിഞ്ഞോട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തും ചെയ്യാം. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂന. അള്ളാഹുവിന് എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ്. അവന്റെ കഴിവിനെയോ അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് ഇന്ന കാര്യം ചെയ്തില്ല എന്ന് അള്ളാഹ് എന്തേ അങ്ങനെ ചെയ്യാനു എന്ന് ചോദിക്കപ്പെടാനേ പാടില്ല, ചോദ്യം ചെയ്യാനേ പാടില്ല. അതവസരത്തിൽ മഞ്ഞക്കുളം ഷെയ്ഖ് അങ്ങനെയാണോ? ഒരു ഷെയ്ഖ് അങ്ങനെയാണോ? അപ്പൊ ഇയാളെ വാദം അനുസരിച്ച് ഇപ്പൊ ഷെയ്ഖിനും കഴിയാഞ്ഞിട്ടൊന്നല്ല ഭണ്ഡാരം മോഷ്ടിച്ചത്.
ഇതന്നെ ഇവര് പണ്ട് എവിടെയും പറഞ്ഞത്. ഏർവാടിയിൽ തീപിടുത്തുണ്ടായപ്പോഴും പറഞ്ഞു. എന്ത് ഏർവാടിയിൽ തീപിടുത്തുണ്ടായപ്പോ ചോദിച്ചു, എന്തേ ഏർവാടി ശേഖന തീ കെടുത്താൻ പറ്റിയില്ലേ എന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറയാ, മിനായിൽ എന്തേ അള്ളാഹ്ക്ക് കെടുത്താൻ പറ്റിയില്ലേ?